ആദ്യമേ തന്നെ ഈ പ്രഭാഷണത്തിന് എന്നെ ക്ഷണിച്ച കേരള ഹിസ്റ്ററി കോൺഗ്രസിനോടും സെൻറ് മേരീസ് കോളേജിനോടുമുള്ള നന്ദി അറിയിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ യൂട്യൂബിലാണോ അതോ ഇൻസ്റ്റാഗ്രാമിലാണോ എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, റീലുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കാണുന്ന സമയത്ത് ഒരു റീല് കണ്ടപ്പോൾ കൗതുകം തോന്നി. അപ്പോൾ അതൊരു ഇൻ്റർവ്യൂ ആണ്. ഒരു പെൺകുട്ടി ഒരു യുവ സംരംഭകനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ യുവ സംരംഭകൻ പറഞ്ഞ കാര്യം ഇതാണ്: ഞാനിപ്പോൾ നല്ല രീതിയിൽ രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, എനിക്ക് ഒരുപാട് പണം കിട്ടുന്നുണ്ട്, അപ്പോൾ ഞാനിപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെ എനിക്ക് ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങളാണ് സ്കൂൾ കാലഘട്ടത്തിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നെ ഒരുപാട് കവിതകൾ പഠിപ്പിച്ചിട്ടുണ്ട്, കഥകൾ പഠിപ്പിച്ചിട്ടുണ്ട്, നോവല് പഠിപ്പിച്ചിട്ടുണ്ട്, കണക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അന്നേ തന്നെ ഈ സ്റ്റാർട്ടപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രെയിനിങ് എനിക്ക് നൽകിയിരുന്നെങ്കിൽ, ഈ സ്കിൽ എന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഏത് ലെവലിൽ എത്തേണ്ട ആളാണെന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അല്ല, ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത് ശരിയാണെന്ന് തോന്നാം, അല്ലേ? ശരിയാണോ? നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം, ഏകദേശം 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം, നിങ്ങളുടെ സ്കില്ലുകൾ കണ്ടെത്തിയിട്ട് അത് പോഷിപ്പിക്കാനായിട്ടുള്ള ഒരു സ്പേസാണ്. ആദ്യം നിങ്ങളുടെ സ്കില്ലുകൾ കണ്ടെത്തണമല്ലോ. സ്റ്റാർട്ടപ്പ് തുടങ്ങി പൈസക്കാരനായി ബിസിനസ്സുകാരനായിട്ട് ജീവിക്കാനായിട്ട് ഉള്ള ട്രെയിനിങ് നൽകുന്ന ഒരു മേഖലയല്ല നമ്മുടെ വിദ്യാഭ്യാസം എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ല, നിങ്ങൾ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ ഇടയിൽ ബിസിനസ്സുകാർ മാത്രമാണോ ഉള്ളത്? കവികളുണ്ട്, എഴുത്തുകാരുണ്ട്, നോവലിസ്റ്റുകളുണ്ട്, അല്ലേ? സിനിമാക്കാരുണ്ട്, ഹിസ്റ്റോറിയൻസ് ഉണ്ട്, സോഷ്യൽ സയൻറ്റിസ്റ്റുകളുണ്ട്, സയൻറ്റിസ്റ്റുകളുണ്ട്, ബിസിനസ്സുകാരുണ്ട്. ഇത് എല്ലാം ഓവറോളായിട്ട് പഠിപ്പിക്കുന്ന, നമ്മൾ ഏത് മേഖലയിലേക്കാണോ അടുത്ത സ്റ്റെപ്പിൽ ദ്വിതീയ വിദ്യാഭ്യാസത്തിൽ എങ്ങോട്ടാണോ പോകേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു രേഖാരൂപം നൽകുന്ന ഒരു മേഖലയാണ് നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം, അല്ലേ? നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ രീതിയിൽ അടച്ചാക്ഷേപിക്കുന്നത് എത്രത്തോളം തെറ്റിദ്ധാരണയാണ് വിദ്യാർത്ഥികളുടെ ഇടയിലും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലും പരത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നും വേണ്ട, ബിസിനസ്സുകാർ ഈ കവിത ആസ്വദിക്കാറില്ലേ, കഥ ആസ്വദിക്കാറില്ല, അവർ സിനിമ കാണാറില്ലേ, അവർ ജീവിതം ആസ്വദിക്കാറില്ല, കുറേ പൈസ ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കുക മാത്രമാണോ ചെയ്യുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. സ്റ്റാർട്ടപ്പുകൾ സയൻസ് പഠിക്കാതെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഒരു കവി ഇരുന്നു കൊണ്ട് പറയുകയാണ്, എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കുറേ സയൻസും കണക്കും ഇതെല്ലാം പഠിപ്പിക്കുന്നതിന് പകരം എന്നെ കവിത പഠിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നത് പോലെ അസംബന്ധ ജടിലമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ് ഇദ്ദേഹവും പറഞ്ഞു വയ്ക്കുന്നത്. അതേ അനൗചിത്യമാണ് ഇദ്ദേഹവും പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ നമ്മൾ വിദ്യാർത്ഥികളടക്കമുള്ള പൊതുസമൂഹം പലപ്പോഴും ഇത്തരത്തിലുള്ള വാചാടോപങ്ങളിൽ സ്വാധീനിക്കപ്പെടാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിദ്യാഭ്യാസ സമ്പ്രദായം അത് കമ്പോള പ്രേരിതമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യ അഭ്യസിക്കുന്നതിന് പകരം നൈപുണ്യങ്ങളെ, സ്കില്ലുകളെ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് ഇന്ന് ഗവൺമെൻറ് പോലും സ്വപ്നം കാണുന്നത് എന്നുള്ളത് വിദ്യാഭ്യാസ രംഗത്തെ പേടിയോടുകൂടി നോക്കേണ്ടതായിട്ട് വരികയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പണം നേടാനായിട്ടുള്ള ഒരു മേഖല മാത്രമല്ല, അല്ലെങ്കിൽ അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഇടയിൽ വിമർശനാത്മക ബോധം വളർത്തുക എന്നതാണ്.
അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലുള്ള സൗന്ദര്യാത്മക ബോധത്തെ ഉണർത്തുക എന്നുള്ളതും ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള പെഡഗോജിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചിന്തകളെക്കുറിച്ചുള്ള ചിന്തകരുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിദ്ധാന്തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ചർച്ച ചെയ്യാം എന്നാണ് ഞാൻ ഈ പ്രഭാഷണത്തിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ പോളോ ഫ്രെയർ എന്ന് പറയുന്ന ചിന്തകനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. മനുഷ്യരാശിയെ അടിച്ചമർത്തലിൽ നിന്ന് മോചിപ്പിക്കേണ്ട ഒരു കർത്തവ്യമാണ് വിദ്യാഭ്യാസത്തിന് ഉള്ളത് എന്നുള്ള ആശയം മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു ബ്രസീലിയൻ ചിന്തകനായിരുന്നു പോളോ ഫ്രെയർ. പോളോ ഫ്രെയർ ബാങ്കിങ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന വിദ്യാഭ്യാസ രീതിയെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. എന്താണ് ഈ ബാങ്കിങ് വിദ്യാഭ്യാസം? നമ്മൾ ബാങ്കിൽ പോയി എന്താ ചെയ്യുന്നു? ഡെപ്പോസിറ്റ് ചെയ്യും, അതവിടെ കിടക്കും അല്ലേ? ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ആളുണ്ട്, അതുപോലെ തന്നെ ഒരു ഡെപ്പോസിറ്ററി ഉണ്ട്. ഇതുപോലെയാണ് ഇന്നത്തെ ഭൂരിഭാഗം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അതായത് ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആള് അധ്യാപകരാണ്. എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇൻഫോർമേഷനാണ്, വിവരങ്ങളാണ്, അറിവുകളാണ്. ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന ഡെപ്പോസിറ്ററി ആയിട്ട്, നിക്ഷേപക സ്ഥാപനങ്ങളായിട്ട് മാത്രം വിദ്യാർത്ഥികൾ മാറുന്നു എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞു വെച്ചത്. നമുക്ക് ക്ലാസ് മുറികളിൽ കാര്യങ്ങൾ ഒരു പരിധിവരേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഒരു വശത്ത് യഥാർത്ഥ ജീവിതമായിട്ട് ഒരു ബന്ധമില്ല എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു കൂട്ടം കാര്യങ്ങൾ അധ്യാപകർ ക്ലാസ്സിൽ വരും, എന്നിട്ട് ഇങ്ങനെ പറ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇല്ലേ? വിദ്യാർത്ഥികളാണെങ്കിലോ അത് കേട്ട് ഒന്നും മിണ്ടാതെ ലെക്ചർ നോട്ടൊക്കെ എഴുതി അത് മനഃപ്പാഠമാക്കിക്കൊണ്ട് എക്സാം എഴുതി പഠിക്കുന്ന പിള്ളേർ, മനഃപ്പാഠം പഠിക്കുന്ന പിള്ളേർ അങ്ങ് നല്ല മാർക്ക് വാങ്ങിക്കും അല്ലേ? ഇതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തെയാണ് ബാങ്കിങ് വിദ്യാഭ്യാസം എന്ന് പോളോ ഫ്രെയർ വിശേഷിപ്പിക്കുന്നത്. ഈ വിദ്യാഭ്യാസ രീതി ഒരു പ്രയോജനമില്ലാത്ത വിദ്യാഭ്യാസ രീതിയാണ്. വിദ്യാഭ്യാസത്തെ ജീവനില്ലാത്തതാക്കി മാറ്റുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഈ ബാങ്കിങ് വിദ്യാഭ്യാസം. ഇത് അടിച്ചമർത്തുന്ന ഒപ്രസീവായിട്ടുള്ള വിദ്യാഭ്യാസ രീതി കൂടിയാണ്. ഇതെങ്ങനെയാണ് ഒപ്രസീവ് ആവുന്നത്? നമുക്ക് ക്യൂരിയോസിറ്റി തോന്നാം. ബാങ്കിങ് വിദ്യാഭ്യാസത്തിലെ ഒരു പ്രശ്നമില്ലല്ലോ. അധ്യാപകർ വരുന്നു, എന്തൊക്കെയോ പറയുന്നു, വിദ്യാർത്ഥികൾ ഇരിക്കുന്നു, എന്തൊക്കെയോ എഴുതിയെടുക്കുന്നു, മനഃപ്പാഠം പഠിക്കുന്നു, എക്സാം എഴുതുന്നു. ഇതെങ്ങനെയാണ് ഒപ്രസീവ് ആവുന്നത്? ഒപ്രസീവ് ആവുന്നത് അധ്യാപകർ ക്ലാസ് മുറികളിൽ എല്ലാം അറിയാവുന്നവരായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? വിദ്യാർത്ഥികൾ അധ്യാപകർ പറയുന്ന കാര്യങ്ങളെ അതേപടി അംഗീകരിക്കുന്നവരായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ അധ്യാപകർ അടിച്ചമർത്തുന്ന വിഭാഗവും വിദ്യാർത്ഥികൾ അടിച്ചമർത്തപ്പെട്ട വിഭാഗവുമായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അധ്യാപകർ പറയുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്ത പണിവാളും. ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അധ്യാപകർ തിരിച്ച് എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചൂടാവും, അല്ലെങ്കിൽ മാർക്ക് കുറക്കാം. ഇതൊന്നും നടക്കുമെന്നല്ല ഞാൻ കേട്ടോ പറയുന്നത്, പക്ഷെ ഇത് നടക്കാവുന്ന ഒരു കാര്യമാണ് ഈ ബാങ്കിങ് വിദ്യാഭ്യാസത്തിൽ. ഈ സ്വാതന്ത്ര്യമില്ലായ്മ, ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്വാതന്ത്ര്യമില്ലായ്മ ഈ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ ബാങ്കിങ് മോഡൽ തള്ളിക്കളയേണ്ടതുണ്ട്. കാരണം ഇത് വിദ്യാർത്ഥികളിലെ മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്നു എന്നാണ് പോളോ ഫ്രെയർ പറയുന്നത്. അതെങ്ങനെ മനുഷ്യത്വത്തെ ഇല്ലാതാക്കും? വിദ്യാർത്ഥികൾ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുകയാണല്ലോ. അപ്പം അങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ ഉള്ളിലെ മനുഷ്യത്വത്തെ ഇത് ഇല്ലാതാക്കുന്നത്. അവിടെയാണ് നമ്മൾ വിദ്യാർത്ഥികൾ ജീവിക്കുന്ന ഓരോ ഇടങ്ങളെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിദ്യാർത്ഥികൾ മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ഓരോ ഇടങ്ങളും അത് അടിച്ചമർത്തപ്പെട്ട ഇടങ്ങൾ തന്നെയാണ്. നിങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കിക്കോളൂ അല്ലേ? എല്ലാ സ്വാതന്ത്ര്യങ്ങളുമുള്ള ഒരു ഇഗാലിറ്റേറിയനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഉൾക്കൊള്ളുന്ന കുടുംബങ്ങളാണോ നമ്മുടേത്? അല്ല. വളരെ വ്യക്തമായിട്ടുള്ള അധികാര സമവാക്യങ്ങൾ കുടുംബങ്ങളിലുണ്ട്. ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കോളേജിലേക്കും സ്കൂളിലേക്കും വരുന്നത്. ക്ലാസ് മുറികളിൽ എന്താ നടക്കുന്നത്? ക്ലാസ് മുറികളിൽ എന്താ? കുടുംബങ്ങളിലുള്ള അടിച്ചമർത്തലിനോട് നമുക്ക് സമീകരിക്കാവുന്ന, അല്ലെങ്കിൽ അതിനേക്കാളും അടിച്ചമർത്തലുള്ള സ്പേസുകളായിട്ട് ക്ലാസ് മുറികൾ മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന സ്റ്റുഡൻസ് ഒരു ഘട്ടം കഴിയുമ്പോൾ
അടിച്ചമർത്തലിനെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. അവര് അടിച്ചമർത്തുന്നവരായിട്ട്, മറ്റുള്ളവരെ അടിച്ചമർത്തുന്നവരായിട്ട്, അധികാരമുള്ളവരായിട്ട് സ്വയം വിഭാവനം ചെയ്യും. ഇവർക്കൊരു സാഹചര്യം കിട്ടിയാൽ, ഇവർ അധികാരികളായാൽ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കും. ഇവരധികാരികളാകും, ഇവരുടെ കീഴിലുള്ളവർ അടിച്ചമർത്തപ്പെടുന്നവരാകും. ഈ സിസ്റ്റം അടിച്ചമർത്തുന്നവരെയും അധികാരികളെയും ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയായിട്ട് മാറും എന്നാണ് പോളോ ഫ്രെയർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാങ്കിങ് വിദ്യാഭ്യാസത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയം. അടിച്ചമർത്തപ്പെട്ടവർക്ക് നീതി ലഭിക്കുന്ന ആദ്യത്തെ പടി എന്ന് പറയുന്നത് ചർച്ചയാണ്. ചർച്ച, ഡയലോഗ്, ഒരു ഡിസ്കഷൻ. ക്ലാസ് മുറിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ചാണ് പഠിക്കുന്നത്. അല്ലാതെ അധ്യാപകർ എല്ലാം അറിയുന്ന ഒരാളായിട്ടല്ല നിൽക്കുന്നത്. അധ്യാപകർക്ക് എല്ലാം അറിയുന്ന ആളാണോ? അല്ല. ഒരുപാട് ലിമിറ്റേഷൻസ് അധ്യാപകർക്കും ഉണ്ട്. അപ്പം ഇതിന് ഡയലോഗാണ് സംഭവിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അധ്യാപകർ അടിച്ചമർത്തുന്ന അധികാരിയും വിദ്യാർത്ഥികൾ അടിച്ചമർത്തപ്പെടുന്നവരുമായിട്ടാണ് നിലനിൽക്കുന്നത് എന്നാണ് പോളോ ഫ്രെയർ പറയുന്നത്. അപ്പോൾ പുതിയ മോഡൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്ന വിമോചനത്തിൻ്റെ ലിബറേഷൻ അല്ലെ, ലിബറേറ്റിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അധ്യാപകരും വിദ്യാർത്ഥിയും തമ്മിലുള്ള ചർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ പല വിദ്യാർത്ഥികളും, ഇപ്പോൾ ജെൻസി വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന പല കാര്യങ്ങളും പല പ്രയോഗങ്ങളും അധ്യാപകർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഈ ഒരു ഗ്യാപ്പ് പലപ്പോഴും ഉണ്ടാകും. നിങ്ങൾ അഡോളസൻസ് എന്ന് പറയുന്ന ഒരു നെറ്റ്ഫ്ലിക്സിലെ ഒരു ലിമിറ്റഡ് സീരീസ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടാകാം പലരും. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക. വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുള്ള ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസാണ്. അതിൽ ഈ ഒരു ഗ്യാപ്പിനെ കുറിച്ചാണ് പറയുന്നത്. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ ഒരു ഗ്യാപ്പിനെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സീരീസാണ്. എല്ലാവരും ആ ഒരു സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ കാണുക കേട്ടോ. അപ്പോൾ പോളോ ഫ്രെയർ പറയുന്ന കാര്യം, ഡയലോഗിലൂടെ ക്ലാസ് മുറികളിലെ അടിച്ചമർത്തൽ, ഒപ്രഷൻ ഒരു പരിധിവരെ കുറക്കാനായിട്ട് സാധിക്കുമെന്നാണ്. ഇക്വാലിറ്റി കൊണ്ടുവരാനായിട്ട് ഒരു പരിധിവരെ സാധിക്കുമെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് മുറികളിലെ ഒപ്രസീവായിട്ടുള്ള സ്വഭാവം കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർ എന്ന് പറയുന്നത് ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള കുറേ വിവരങ്ങൾ നൽകിക്കൊണ്ട് അത് വിദ്യാർത്ഥികളുടെ തലച്ചോറിൽ കുത്തി നിറയ്ക്കുന്ന ആളുകളല്ല. അവരുടെ മേൽ ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരെ ഭാരപ്പെടുത്തുന്ന ആളുകളല്ല. മറിച്ച് പരസ്പര സംഭാഷണത്തിലൂടെ അതിനുള്ളൊരു വേദി സൃഷ്ടിച്ചുകൊണ്ട് വിദ്യാർത്ഥികളിൽ വിമർശനാത്മകമായിട്ടുള്ള ചിന്ത ഉണ്ടാക്കലാണ് അധ്യാപകരുടെ കടമ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ലോകത്തെ നിർവചിക്കാനായിട്ട് അവരെ പ്രാപ്തമാക്കുന്ന, അതിനുള്ള ആത്മവിശ്വാസം അവർക്ക് കൊടുക്കുന്ന ഒരു വേദി ഉണ്ടാക്കലാണ് അധ്യാപകരുടെ കർത്തവ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം അധികാര ശ്രേണിയെ ഉറപ്പിക്കുന്ന ഒന്നല്ല, മാനുഷിക ബന്ധങ്ങളെ ഉൾച്ചേർക്കേണ്ട ഒരു കലയാണ് എന്നാണ് പോളോ ഫ്രെയർ പറയുന്നത്. അത് മർദ്ദിതരുടെ ബോധനശാസ്ത്രമാണ്, പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ് ആണ് എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് തികച്ചും വിഭിന്നങ്ങളായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള രണ്ട് ചിന്തകരാണ് എമിൽ ഡുർഖൈമും അതുപോലെ തന്നെ മിഷേൽ ഫൂക്കോയും. എമിൽ ഡുർഖൈം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് ആഴത്തിലുള്ള സാമൂഹിക ധർമ്മം, ഒരു സോഷ്യൽ മൊറാലിറ്റി ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. വിദ്യാഭ്യാസം നമ്മളെ അഹംഭാവികളായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് നമ്മളെ നല്ല പൗരരായിട്ട് മാറ്റുന്നു, പരിവർത്തനം ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ധാർമ്മിക പൗരരായിട്ട്, മോറൽ സിറ്റിസൺസ് ആയിട്ട് മാറ്റുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ധാർമ്മിക ബോധം വളർത്തുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അച്ചടക്കത്തെക്കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അച്ചടക്കം ഇല്ലാത്ത വിദ്യാർത്ഥികളെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമുള്ള
നിയമങ്ങൾ ലംഘിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശിക്ഷയും ശിക്ഷണവും നൽകേണ്ടതുണ്ട് എന്ന് എമിൽ ഡർഖെയിം അഭിപ്രായപ്പെടുന്നുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അച്ചടക്കം ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള നിയമം ചോദ്യം ചെയ്യപ്പെടുമെന്നും ഇത് തന്നെ മറ്റുള്ള കുട്ടികളും ആവർത്തിക്കുമെന്നും അതുകൊണ്ട് തന്നെ അച്ചടക്ക ലംഘനത്തിന് ശിക്ഷ കൊടുക്കണം എന്നുള്ള അല്ലെങ്കിൽ ശിക്ഷണം നൽകണം എന്നുള്ള അഭിപ്രായമാണ് ഈ എമിൽ ഡർഖെയിം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നിയമലംഘനം ശിക്ഷാ നടപടികൾക്ക് കാരണമാകും. അത് വിദ്യാർത്ഥിയെ ഈ നിയമം ലംഘിക്കുന്ന വിദ്യാർത്ഥിയെ ബോധ്യപ്പെടുത്തുകയും വേണം. നിന്നെ ഇതുകൊണ്ടാണ് ശിക്ഷിച്ചത് എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയും വേണം എന്നുള്ളത് ഡർഖെയിം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയത്തിൽ പറയുന്നൊരു കാര്യമാണ്. ഡർഖെയിമിൻ്റെ അഭിപ്രായത്തിൽ ഈ ശിക്ഷാ നടപടികൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥിക്ക് വേദനയും ബുദ്ധിമുട്ടുകളൊന്നും കൊടുക്കുന്നൊരു കാര്യമല്ല. അത് അയാളുടെ ഉത്തരവാദിത്വത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശിക്ഷകൾ കൊടുക്കുന്നത്. അതായത് ശാരീരിക ശിക്ഷയ്ക്ക് ഡർഖെയിം എതിരായിരുന്നു. വടി കൊണ്ടടിക്കുന്നതും അതിനെല്ലാം അദ്ദേഹം എതിരായിരുന്നു. അത് മനുഷ്യൻ്റെ അന്തസ്സിനെ നശിപ്പിക്കുന്നതാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നമുക്കറിയാമല്ലോ, നിങ്ങളെ ഈ സ്കൂളുകളിൽ ചൂരൽ കൊണ്ട് അടിച്ചിട്ടുണ്ടോ? ആ ജനറേഷനിൽ പെടുന്നവർ ഉണ്ടാകാം അല്ലേ? എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ചൂരൽ കൊണ്ടേ അധ്യാപകർ ക്ലാസ്സിൽ കയറത്തുള്ളൂ. അടിയോടടിയായിരുന്നു. എനിക്കൊക്കെ എത്ര അടി കിട്ടിയിട്ടുണ്ടെന്നറിയാമോ? ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊട്ടും ഇഷ്ടമല്ലാത്ത അധ്യാപകരാണ് ഈ അടിക്കുന്ന അധ്യാപകർ. എന്തൊരു വൃത്തികെട്ട മെൻറ്റാലിറ്റി ആയിരിക്കണം അവർക്കല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിപ്പോൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ എന്നെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ എനിക്കൊന്ന് +2 അടി കൊണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ അടിക്കുന്ന വിദ്യാർത്ഥി ഈ അടിക്കുന്ന സമയത്തുള്ള ഇവരുടെ വികാരം എന്തായിരിക്കും എന്നൊക്കെ ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഈ ഫേസ്ബുക്കിലൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ അമ്മാവൻ സിൻഡ്രോം അങ്ങനെ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ അമ്മാവൻ സിൻഡ്രോം ബാധിച്ചിട്ടുള്ള ചിലർ ഈ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ വാർത്തകളായിട്ട് വരാറുണ്ടല്ലോ കുട്ടികളുടെ. ഇവരെയൊക്കെ അടിച്ചു വളർത്താത്തതിൻ്റെ പ്രശ്നമാണ് ഞങ്ങളെയൊക്കെ അടിച്ചു വളർത്തിയത് കൊണ്ട് ഞങ്ങളെല്ലാം നല്ലവരായി. ഈ അടിച്ചു വളർത്തവരെല്ലാം ഭയങ്കര നല്ലവരാണല്ലോ അല്ലേ? അതാലോചിക്കണമല്ലോ. അപ്പോൾ ഈ അടിച്ച് വളർത്തപ്പെടുന്ന വിദ്യാർത്ഥികൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികാരത്തിൽ കീഴ്പ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരു ഘട്ടം കഴിയുമ്പോൾ അവരധികാരികളായി കഴിയുമ്പോൾ ഈ അധികാരം പ്രയോഗിക്കും. അടിച്ചു വളർത്തപ്പെട്ടവർ അവർ വളർന്നു കഴിയുമ്പോൾ അവരും അടിക്കാനായിട്ട് തുടങ്ങും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഡർഖെയിം ശിക്ഷകളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ശാരീരിക ശിക്ഷകൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാതിരുന്ന ഒരാൾ കൂടിയായിരുന്നു. ഡർഖെയിമിൻ്റെ വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ധാർമ്മിക പൗരരെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. ഈ ഡർഖെയിമിൻ്റെ വിദ്യാഭ്യാസ ചിന്തയ്ക്ക് നേരെ വിപരീതമായിട്ടുള്ള അതിനെ നിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരാശയമാണ് മിഷേൽ ഫൂക്കോ മുന്നോട്ട് വയ്ക്കുന്നത്. വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുന്നത് അത് വ്യക്തമായിട്ടുള്ള അധികാര പ്രകടനങ്ങളും നിരീക്ഷണ പ്രയോഗങ്ങളും നിലനിൽക്കുന്ന ഒരു മേഖലയാണ് എന്നൊരു പുതുവായന നൽകുന്നത് ഈ പോസ്റ്റ് മോഡേൺ ചിന്തകളൊക്കെയാണ്. അതിൽ എടുത്തു പറയേണ്ട വ്യക്തി ചിന്തകൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിഷേൽ ഫൂക്കോയാണ്. മിഷേൽ ഫൂക്കോയുടെ ചിന്താഗതി അദ്ദേഹം കടമെടുക്കുന്നത് ജെറമി ബെന്താം എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ടായിരുന്നു. അദ്ദേഹം 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഒരു ജയിൽ പരിഷ്കരണ മാതൃക അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ആധുനിക ജയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അദ്ദേഹം ആ മാതൃകയെ വിളിച്ചത് പനോപ്റ്റിക്കോൺ എന്ന പേരിലാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും പനോപ്റ്റിക്കോൺ. പാൻ, ഒപ്റ്റിക്, ഈ 2 വാക്കിൽ നിന്നാണ് പനോപ്റ്റിക്കോൺ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാകുന്നത്. എന്താണ് പനോപ്റ്റിക്കോൺ എന്ന് പറയുന്ന ആ ജയിലിൻ്റെ പ്രത്യേകത? അത് ആ ജയിലല്ല നമുക്കറിയാവുന്നതുപോലെ തന്നെ തടവ് പുള്ളികളെ വളരെ കൃത്യമായിട്ട് നിരീക്ഷണ വിധേയമാക്കുന്ന ഒരേർപ്പാടാണ്. അവരെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ആധുനിക ജയിൽ എന്ന് പറയുന്നത്. തടവ് പുള്ളികൾക്ക് തങ്ങൾ നിരന്തരം നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യം കൊടുക്കേണ്ടതുണ്ട് അധികാരികൾ. എങ്കിലും മാത്രമേ അവർ ജയിലിൽ ചാടാതിരിക്കത്തുള്ളൂ. എങ്കിലും മാത്രമേ അവർ നന്നാവാനായിട്ടൊക്കെ ശ്രമിക്കത്തുള്ളൂ അല്ലേ? എപ്പോഴും അധികാരികളാൽ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് തടവ് പുള്ളികൾ എന്നുള്ള ബോധ്യം അത് തടവ് പുള്ളികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പം ഇത്തരത്തിലുള്ളതാണ് പനോപ്റ്റിക്കോൺ മാതൃകയിലുള്ള ജയിൽ എന്നാണ് ജെറമി ബെന്താം പറയുന്നത്. അപ്പോൾ ഈ ജയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികാരിക്ക് ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ജയിലിലെ എല്ലാ തടവ് പുള്ളികളെയും കാണാൻ പറ്റും. അപ്പം അത്തരത്തിലുള്ളൊരു വാസ്തുവിദ്യയാണ് ഈ ജയിലിൽ
ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ തടവ് പുള്ളികൾക്ക് ഈ അധികാരിയെ, തങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, സർവേയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരിയെ കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ തടവ് പുള്ളികൾക്കറിയാം, ഞങ്ങൾ എപ്പോഴും നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും തോന്നിയാസം കാണിച്ചാൽ അപ്പ പിടിക്കും എന്നുള്ളത് ഈ തടവ് പുള്ളികൾക്ക് അറിയാം. അപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ നിരീക്ഷിക്കപ്പെട്ടവർ തന്നെ, തടവ് പുള്ളികൾ തന്നെ മറ്റ് തടവ് പുള്ളികളുടെ നിരീക്ഷകരായിട്ട് മാറുന്ന ഒരവസ്ഥയും ഉണ്ടാകും എന്ന് ഫൂക്കോ വാദിക്കുന്നുണ്ട്. അപ്പോൾ ഫൂക്കോ പറയുന്നത് ജെറമി ബെന്താം അവതരിപ്പിച്ച പനോപ്റ്റിക്കോൺ മാതൃകയിലാണ് ഇന്നത്തെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനങ്ങൾ പലതും നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ ജയിലുകൾ മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനമാണ്. വിദ്യാഭ്യാസ സ്ഥാപനം പനോപ്റ്റിക്കോൺ മാതൃകയിലുള്ള ജയിലിൻ്റെ മാതൃകയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള ആശയമാണ് ഫൂക്കോ മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾ കോളേജിൻ്റെയോ സ്കൂളിൻ്റെയോ ആർക്കിടെക്ചർ എടുത്ത് നോക്കിക്കോളൂ. ക്ലാസ് മുറികളുണ്ട്. ഒരു 3-4 ക്ലാസ് മുറിയുടെ ഇടയിൽ എന്തുണ്ടാവും? ടീച്ചേഴ്സിൻ്റെ സ്റ്റാഫ് റൂം ഉണ്ടാവും, ഇല്ലേ? പ്രിൻസിപ്പലിൻ്റെ റൂം ഏറ്റവും നടുക്കായിരിക്കും. മുകളിലുള്ള ആൾക്കാർക്ക് പ്രിൻസിപ്പലിൻ്റെ റൂം വഴിയേ പോകാൻ പറ്റത്തുള്ളൂ, താഴേക്ക്, ഇല്ലേ? വെളിയിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ടീച്ചർമാരുടെ കണ്ണ് വെട്ടിച്ച് നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള സർവൈലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള പനോപ്റ്റിക്കോൺ മാതൃകയിലുള്ള, ആ ജയിലിൻ്റെ മാതൃകയിലുള്ള സ്ഥാപനങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നാണ് ഫൂക്കോ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം. ഇവിടെ അച്ചടക്കത്തിന് പ്രാധാന്യമുണ്ട്. അല്ല, നേരത്തെ നമ്മുടെ എമിൽ ഡുർഖെയിം പറയുന്ന അച്ചടക്കത്തെ പോലെയല്ല ഫൂക്കോ അച്ചടക്കത്തെ കാണുന്നത്. അച്ചടക്കം ആക്ച്വലി അധികാരത്തിൻ്റെ പ്രകടനമായിട്ടാണ് ഫൂക്കോ കാണുന്നത്. നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടല്ലോ, എല്ലാവർക്കും ടൈം ടേബിൾ ഉണ്ടല്ലോ, അല്ലേ? ക്ലാസ്സിൽ കൃത്യമായിട്ട് ബെല്ലടിക്കും, ക്ലാസ്സിൽ കയറണം, ഇല്ലേ? ഈ ടൈം ടേബിൾ എവിടെയാണ് ആദ്യം ഉപയോഗിച്ചിരുന്നതെന്ന് അറിയാമോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്, ജയിലുകളിൽ. ജയിലുകളിൽ മാത്രമല്ല, ഫാക്ടറികളിലാണ്, ആശുപത്രികളിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ സമയപ്പട്ടിക, ടൈം ടേബിൾ? അത് വിദ്യാർത്ഥികളെ അച്ചടക്കം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടൈം ടേബിൾ, അല്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ടൈം ടേബിൾ ഫോളോ ചെയ്യാത്ത കുട്ടികൾ, വിദ്യാർത്ഥികൾ എന്ത് ചെയ്യപ്പെടും? ശിക്ഷാ നടപടികൾക്ക് വിധേയരാക്കപ്പെടും, അല്ലേ? ക്ലാസ്സിൽ വൈകി വരുന്നവർ, ഇല്ലേ? ക്ലാസ്സിൽ കയറാത്തവർ, ഇതെല്ലാം പിടിക്കാനായിട്ടുള്ള സിസ്റ്റം ജയിലുകളിൽ എന്ന പോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉണ്ട്. ഇത് മാത്രമല്ല, വിദ്യാർത്ഥികളെ അച്ചടക്കം പഠിപ്പിക്കാനായിട്ട് പല കാര്യങ്ങളും ഉപയോഗിക്കപ്പെടുന്നു. ഉദാഹരണമായിട്ട് വിദ്യാർത്ഥികളുടെ ക്ലാസ്സിലെ അശ്രദ്ധമായിട്ട് ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ പല ടീച്ചേഴ്സും നോട്ട് ചെയ്യും, ഇല്ലേ? പെരുമാറ്റത്തിലെ മര്യാദയില്ലായ്മയൊക്കെ കൊട്ടേഷൻ മാർക്കിലുള്ള ഒരു കാര്യമാണ്. അനുസരണമില്ലായ്മ, ധിക്കാരം, ശുചിത്വമില്ലായ്മ, ലൈംഗികതയുടെ പ്രകാശനം, ഇവയെല്ലാം തന്നെ അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് വിലയിരുത്തപ്പെടുകയും വിധിക്കപ്പെടുകയും അത് തിരുത്തപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഒന്ന് മനസമാധാനത്തോടുകൂടി പ്രണയിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം പോലും ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നില്ല. പ്രണയം പോട്ടെ, ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്നാൽ തുറിച്ചു നോക്കുന്നവരായിരുന്നു, അല്ലേ, ഈ അധികാരികളായിട്ടുള്ള ആൾക്കാർ. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് കൂടി, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ആക്ച്വലി അധ്യാപകർ പോലും അല്ല വരുന്നത്, ആ കോളേജിലെ ഓഫീസ് സ്റ്റാഫ് വന്നുകൊണ്ടാണ് എന്താണ് ഇവിടെ പരിപാടി, നിനക്കൊന്നും വേറെ പണിയില്ല എന്ന് ചോദിക്കുന്നത്, അല്ലേ? ഈ രീതിയിൽ വിദ്യാർത്ഥികളുടെ ഓരോ പ്രവർത്തനങ്ങളും സർവേ ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റമാണ് എവിടെയുള്ളത്? പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉള്ളത് എന്നാണ്. പക്ഷേ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം നിങ്ങൾ ക്ലാസ്സുകളിൽ ഇപ്പോൾ മിക്സഡ് ആയിട്ടാണ് ഇരിക്കാറുള്ളത്. നിങ്ങൾ തോളിൽ ജെൻഡറൊന്നും നോക്കാതെ തന്നെ കൈകോർത്തും തോളിൽ കൈയിട്ടൊക്കെ നടക്കാറുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും അതൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും വളരെ വ്യക്തമായിട്ട് എല്ലാ തരത്തിലുള്ള സർവൈലൻസ് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലടക്കം, ലോകത്തെല്ലായിടത്തും, കേട്ടോ, കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്ന പരീക്ഷകൾ അച്ചടക്കം പഠിപ്പിക്കാനായിട്ടുള്ളൊരു കാര്യമാണ്.
കാരണം മാർക്ക് കൂടുതൽ കിട്ടുന്ന ആൾക്കാരോട് പല അധ്യാപകർക്കും ചിലപ്പോൾ ഒരു സോഫ്റ്റ് കോർണറൊക്കെ കാണും ഇല്ലേ. കുട്ടികളെ ഈ ശ്രേണീകരിക്കാനായിട്ട് ഹൈറാർക്കി ഈ ശ്രേണീകരിക്കുന്നൊരു സിസ്റ്റമായിട്ട് പലപ്പോഴും പരീക്ഷകൾ മാറാറുണ്ട്. പരീക്ഷകൾ മാത്രമല്ല, CCTV ക്യാമറ, യൂണിഫോം, അധ്യാപകർ ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾ പിന്തുടരുന്ന ആചാരങ്ങൾ അല്ലേ. ക്ലാസ്സിലേക്ക് കയറി അധ്യാപകർ ക്ലാസ്സിൽ കയറുമ്പോൾ വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് മിസ്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമുള്ള അധ്യാപകർ ചിലപ്പോൾ കാണുമായിരിക്കും. എല്ലാവരും ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. പ്രോഗ്രസ് കാർഡുകൾ, PTA മീറ്റിങ്ങുകൾ എന്നിവയെല്ലാം തന്നെ അധികാര പ്രകടനത്തിൻ്റെ ഉപാധികളായിട്ട് മാറുന്നു എന്നാണ് ഫൂക്കോ പ്രധാനമായിട്ടും മുമ്പോട്ട് വയ്ക്കുന്ന ആശയം. അപ്പോൾ ഫൂക്കോ അവതരിപ്പിച്ച തത്വങ്ങളുടെ വിദ്യാഭ്യാസത്തെ നോക്കിക്കാണുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ എമിൽ ഡർഖെയിമിൻ്റെ ആശയങ്ങളിൽ നിന്ന് തികച്ചും വിഭിന്നമായിട്ടുള്ള ഒരു ആശയമാണ്. അപ്പോൾ വിദ്യാഭ്യാസ പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തീവ്രവും ആഴത്തിലുള്ളതുമായിട്ടുള്ള ആശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ആവശ്യമാണ്. വിദ്യാഭ്യാസ രംഗം അവസര സമത്വം ഉൾക്കൊള്ളുന്നതാണോ? അവസര സമത്വം ഉണ്ടോ വിദ്യാഭ്യാസ രംഗത്ത്? ഇവിടെ നീതിപൂർവകമായിട്ടുള്ള ഒരു സിസ്റ്റമാണോ വിദ്യാഭ്യാസ രംഗം? ഈ ചോദ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള 2 ചിന്തകരാണ്. ഒന്ന് അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ടാൽകോട്ട് പാഴ്സൺസ് എന്ന് പറയുന്ന ചിന്തകനും അതോടൊപ്പം തന്നെ ഒരു ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള പിയർ ബോർദ്യൂ. ഈ 2 ചിന്തകർ വളരെ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകളാണ്. ഈ ടാൽകോട്ട് പാഴ്സൺസ് അഭിപ്രായപ്പെടുന്നത്, അദ്ദേഹം അമേരിക്കയിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് അമേരിക്കയിൽ ഏകദേശം എല്ലാ വിദ്യാർത്ഥികളുടെ ഇടയിലും അവർക്ക് അവസര സമത്വം ഉണ്ട് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീതിപൂർവകമായിട്ടുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത് എന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ശ്രേണീകരമായിട്ട് തരം തിരിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് ടാൽകോട്ട് പാഴ്സൺസ് പറയുന്നുണ്ട്. പക്ഷേ പിയറി ബോർദ്യൂ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അസമത്വം നിറഞ്ഞ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള ഹൈറാർക്കി നിലനിൽക്കുന്ന മേഖലയാണ് വിദ്യാഭ്യാസം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം, ആ ആശയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ആശയമാണ്. സാംസ്കാരിക മൂലധനം എന്ന് പറയുന്ന ഒരാശയമാണ്. വിദ്യാഭ്യാസ മേഖലയിലെ സാംസ്കാരിക മൂലധനത്തിൻ്റെ പല രൂപങ്ങൾ, അത് ചില വിദ്യാർത്ഥികൾക്ക് പ്രിവിലേജുകൾ കൊടുക്കുന്നുണ്ട്, ചില വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ പുറത്താക്കാനായിട്ടുള്ള ഒരു കാര്യമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അത് അദ്ദേഹം ഫ്രാൻസിലെ സർവകലാശാലകളുടെ പശ്ചാത്തലത്തിലാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഫ്രാൻസിൽ സർവകലാശാലയിൽ പ്രധാനപ്പെട്ട സാംസ്കാരിക മൂലധനമാണ് ബൂർഷ്വാ ഭാഷ, വരേണ്യ ഭാഷ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക മൂലധനമാണ് എന്നുള്ളതാണ്. അതായത് വരേണ്യ ഭാഷ വളരെ അച്ചടി ഭാഷ സംസാരിക്കുന്ന, നല്ല വാക്കുകൾ ഉപയോഗിക്കുന്ന, നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് മുറികളിൽ ഹാഷ് ബൂഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന, അച്ചടി മലയാളം സംസാരിക്കുന്ന വിദ്യാർത്ഥികൾ അതൊരു കൾച്ചറൽ ക്യാപിറ്റലാണ് അല്ലേ. അത് ഇല്ലാത്ത നാടൻ ഭാഷ സംസാരിക്കുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും പിന്തള്ളപ്പെട്ടു പോകും. ഇത് ഇവരുടെ പ്രിവിലേജാണ്. ഈ പ്രിവിലേജ് കിട്ടാനായിട്ടുള്ള മാർഗങ്ങളുണ്ട്. വെറുതെ കിട്ടുന്നതാണോ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം? അതിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ കുടുംബ പശ്ചാത്തലം പ്രവർത്തിക്കുന്നുണ്ട്, കാസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ ഭാഗമാണ് എന്നാണ് പിയർ ബോർദ്യൂ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഫ്രാൻസിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരേണ്യവർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ആധിപത്യം കാണിക്കുന്നുണ്ട്. തൊഴിലാളി വർഗത്തിൽപ്പെട്ട കുട്ടികൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ വരേണ്യ ഭാഷയാണ് എന്ന് പിയറി ബോർദ്യൂ പറയുന്നു. ഈ കോളേജ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, എസ്പെഷ്യലി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ്. അതിനോട് പടവെട്ടി പൊരുതുന്ന വിദ്യാർത്ഥികളാണ് പലപ്പോഴും പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഈ സാംസ്കാരിക മൂലധനത്തെക്കുറിച്ചുള്ള ചർച്ച വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ സാഹചര്യത്തിൽ
സാംസ്കാരിക മൂലധനത്തെ നിർണയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജാതിയും ജെൻഡറും. ജാതിയും ജെൻഡറും. നിങ്ങൾ പ്രൊഫസർ കുഞ്ഞാമനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? വളരെ എമിനൻ്റ് ആയിട്ടുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റിനൗണ്ട് ആയിട്ടുള്ള ഒരു സ്കോളറായിരുന്നു, അക്കാഡമിഷ്യൻ ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ അത് ആക്ച്വലി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് തന്നെ പറയാവുന്നതാണ് കുഞ്ഞാമൻ്റെ മരണത്തെ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാകും. കഥയുടെ പേര് എതിര് എന്നാണ്. എതിര്. അത് വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും വായിക്കേണ്ട ഒരു ആത്മകഥയാണ് കേട്ടോ. അതിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ സ്കൂളിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. കുട്ടികൾക്ക് ഭയവും ബഹുമാനവും ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു 3ാം ക്ലാസ്സിൽ. അദ്ദേഹം എന്നെ പേര് വിളിക്കില്ല, പാണൻ എന്നാണ് വിളിക്കുക. ബോർഡിൽ കണക്കെഴുതി പാണൻ പറയടാ എന്ന് പറയും. സഹികെട്ട് ഒരിക്കൽ ഞാൻ പറഞ്ഞു, സാർ, എന്നെ ജാതിപ്പേര് വിളിക്കരുത്, കുഞ്ഞാമൻ എന്ന് വിളിക്കണം. എന്താടാ നിന്നെ ജാതിപ്പേര് വിളിച്ചാൽ എന്ന് ചോദിച്ച് അയാൾ ചെകിട്ടത്ത് ആഞ്ഞടിച്ചു. അയാൾ നാട്ടിലെ പ്രമാണിയാണ്. എവിടെയാടാ പുസ്തകം എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, കഞ്ഞി കുടിക്കാനാണ് വന്നത് അല്ലേ, പഠിക്കാനല്ല എന്നായി പരിഹാസം. അടിയേറ്റു വിങ്ങിയ കവിളുമായാണ് വീട്ടിലെത്തിയത്. അമ്മയോട് കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മോനെ, നന്നായി വായിച്ച് പഠിക്കൂ. അന്ന് ഞാൻ സ്കൂളിലെ കഞ്ഞികുടി നിർത്തി എന്നാണ് കുഞ്ഞാമൻ പറയുന്നത്. അല്ല, നമുക്ക് സ്വന്തം കൂട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിയാകാനായിട്ട് കൊതിച്ച മലയാളിയായിട്ടുള്ള ഇന്ത്യയുടെ പ്രസിഡന്റ് ഉണ്ട് അല്ലേ നമുക്ക്. എന്തുകൊണ്ടാണ് ഇത്? കൾച്ചറൽ ക്യാപിറ്റൽ എത്ര ഭീകരമായിട്ടുള്ള ആ ഒരു ഡിഫറൻസ്, എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അസുരൻ എന്ന് പറയുന്ന സിനിമയിലാണെന്ന് എനിക്കറിയില്ല, ധനുഷിൻ്റെ മകനോട് പറയുന്ന, ധനുഷിൻ്റെ കഥാപാത്രം ധനുഷിൻ്റെ മകനോട് പറയുന്ന ഒരു ഡയലോഗ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എൻ്റെ ഓർമ്മയിലുള്ളത്, നമുക്ക് ഭൂമിയുണ്ടെങ്കിൽ അവർ പിടിച്ചെടുക്കും. അവരെന്ന് പറയുന്നത് അപ്പർ കാസ്റ്റിൽ, ഡൊമിനൻ്റ് കാസ്റ്റ്, ഒപ്രസർ കാസ്റ്റിൽപ്പെട്ട ആളുകൾ. നമുക്ക് സ്വർണ്ണം ഉണ്ടെങ്കിലും അവർ പിടിച്ചെടുക്കും, നമുക്ക് എന്തുണ്ടെങ്കിലും അവർ പിടിച്ചെടുക്കും. പക്ഷെ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാനായിട്ട് പറ്റില്ല അല്ലെ? വിദ്യാഭ്യാസത്തിലൂടെ കൾച്ചറൽ ക്യാപിറ്റൽ ഗെയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വ്യക്തമായിട്ട് ഇന്നും കൾച്ചറൽ ക്യാപിറ്റൽ വേറൊരു രീതിയിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാതിയാണ്. അത് ജാതി വിവേചനമാണ്, കാസ്റ്റിസമാണ്. ഒന്നും വേണ്ട, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ അധ്യാപകരുടെ എണ്ണവും അവരുടെ ജാതി സമവാക്യങ്ങളും എടുത്താൽ തന്നെ നമുക്ക് ഏത് രീതിയിലാണ് ജാതി ഇവിടെ പ്രവർത്തിക്കുന്നത് മനസ്സിലാവും അല്ലേ? നമ്മൾ എത്ര തന്നെ പറഞ്ഞാൽ ഇവിടെ ജാതി ഇല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എസ്പെഷ്യലി ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല, അത് വസ്തുതാപരമായിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് സംഭവിക്കുന്ന വിദ്യാർത്ഥികൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണെന്ന് അറിയാമോ? എസ്പെഷ്യലി IIT പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന്. അത് അടിച്ചമർത്തപ്പെട്ട ഒപ്രസീവായിട്ടുള്ള കാസ്റ്റിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. സംവരണം എന്ന് പറയുന്ന അവകാശം നിലനിൽക്കുമ്പോഴുള്ള അവസ്ഥയാണിത്. അപ്പോൾ ഈ സംവരണം കൂടി ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താകുമായിരുന്നു എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവസാനമായിട്ട് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഐഡിയോളജി, ഹെജിമണി എന്നീ ആശയങ്ങളെ ചർച്ച ചെയ്യുന്നതിന് 2 ചിന്തകരെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. അത് ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ആയിട്ടുള്ള അന്റോണിയോ ഗ്രാംഷിയും ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള ലൂയി അൽത്യൂസറുമാണ്. അന്റോണിയോ ഗ്രാംഷിയാണ് ഐഡിയോളജി എന്ന് പറയുന്ന ഒരാശയം, അതിനെപ്പറ്റിയുള്ള ചർച്ച സജീവമാക്കിയ ഒരു ചിന്തകൻ. വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആരാണെന്നറിയാമോ നിങ്ങൾക്ക്? അതെങ്ങനെ പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണെന്നറിയാമോ? ആരാണ്? അധ്യാപകരാണോ? അധ്യാപകരാണോ? കോളേജാണോ? അല്ല, അതുക്കും മേലെ വേറെ ഒരാളുണ്ട്. ആരാണത്? അതാണ് സ്റ്റേറ്റ്, ഭരണകൂടം.
ഭരണകൂടം തീരുമാനിക്കും ഇവിടെ വിദ്യാർത്ഥികളെ എന്ത് പഠിപ്പിക്കണം, എസ്പെഷ്യലി പ്രാഥമിക വിദ്യാഭ്യാസവും ദ്വിതീയ വിദ്യാഭ്യാസവും എന്ത് പഠിപ്പിക്കണമെന്നും സിലബസ് സെറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റിൻ്റെ തീരുമാനങ്ങൾക്കനുസൃതമായിട്ടാണ്. ഇപ്പം ആധുനിക മുതലാളിത്ത രാജ്യങ്ങളിൽ, ഭരണകൂടങ്ങളിൽ, സ്റ്റേറ്റുകളിൽ സ്കൂളുകളിലൂടെയും അതുപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങളിലൂടെയും എല്ലാം അധികാര പ്രകടനം നടത്തുന്നത് സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് ഇവയെ നിരന്തരമായിട്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നും തങ്ങളുടെ ആധിപത്യം ഈ സ്റ്റേറ്റിന് കീഴിലുള്ള പൗരരുടെ ഉള്ളിലേക്ക് അവരറിയാതെ തന്നെ ഇൻജക്റ്റ് ചെയ്യാനായിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നുമുള്ള ഒരാശയം ഗ്രാംഷി അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനെതിരെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആശയപരമായിട്ടുള്ള പോരാട്ടത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അങ്ങനെ മാത്രമേ വിപ്ലവം കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും അതിൽ ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്ന അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ബുദ്ധിജീവികൾക്ക് പ്രാധാന്യമുണ്ടെന്നെല്ലാം തന്നെ അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള ലൂയി അൽത്യൂസർ വിദ്യാഭ്യാസത്തെ ഭരണകൂട ഉപകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. അൽത്യൂസറിൻ്റെ അഭിപ്രായത്തിൽ ഭരണകൂട ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത് 2 ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തേത് അടിച്ചമർത്തൽ ഭരണകൂട ഉപകരണം, റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ്. രണ്ടാമത്തേത് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര ഭരണകൂട ഉപകരണം. നമുക്കറിയാവുന്നതുപോലെ തന്നെ പോലീസ്, സൈന്യം, നിയമ സംവിധാനം ഇതെല്ലാം തന്നെ റിപ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ് അപ്പാരറ്റസ് ആണ്. അതായത് സ്റ്റേറ്റിനെതിരെ, ഭരണകൂടത്തിനെതിരെ ആരെങ്കിലും സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആരിറങ്ങും? പോലീസ് ഇറങ്ങും അല്ലേ? ലാത്തി ചാർജ് ഉണ്ടാവും. അപ്പോൾ ഈ റിപ്രസീവ് അധികാര ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂടത്തിനെതിരെ വരുന്ന പോരാട്ടങ്ങളെ അല്ലെങ്കിൽ സമരങ്ങളെ, പ്രൊട്ടസ്റ്റുകളെ ഇല്ലാതാക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റിന് സാധിക്കും. പക്ഷെ അതെപ്പോഴും നടക്കണമെന്നില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് കണ്ടു കഴിഞ്ഞു. എവിടെ? നേപ്പാളിൽ അല്ലേ? നേപ്പാളിൽ എന്താ സംഭവിച്ചത്? ജൻസി വിപ്ലവം എന്ന് വിളിക്കുന്ന വിപ്ലവം. ഒരു കൂട്ടം യുവാക്കൾ ഗവൺമെൻറ്റിനെതിരെ രംഗത്ത് വരുന്നു, സോഷ്യൽ മീഡിയ നിരോധിച്ചു എന്ന് പറയും. അത് പെട്ടെന്നുണ്ടായ കാരണമാണ്. അതിൻ്റെ പിന്നിൽ വേറെ പല കാരണങ്ങളുമുണ്ട്. ഗവൺമെൻറ് പട്ടാളത്തെ ഇറക്കുന്നു, പോലീസിനെ ഇറക്കുന്നു. എന്ത് സംഭവിച്ചു? കൂടുതൽ ജനങ്ങൾ രംഗത്തിറങ്ങി, പട്ടാളവും പോലീസും ഒക്കെ പേടിച്ചോടി. അവസാനം ഗവൺമെൻറ്റിന് രാജിവെച്ചൊഴിയേണ്ടി വന്നു, ഇല്ലേ? അതുകൊണ്ട് ഈ റിപ്രസീവ് സ്റ്റേറ്റ് മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും പ്രോപ്പറായിട്ട് ഈ സമരങ്ങളെ അടിച്ചമർത്താനായിട്ട് സാധിക്കില്ല. അവിടെയാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഈ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് ഉപയോഗിക്കുന്നത്. ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് വിദ്യാഭ്യാസം, രാഷ്ട്രീയം, മതം, സാഹിത്യം മുതലായിട്ടുള്ളത്. നമ്മൾ അറിയാതെ തന്നെ വിദ്യാഭ്യാസത്തിലൂടെ, മതത്തിലൂടെ, സാഹിത്യത്തിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന, സ്റ്റേറ്റ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സിറ്റിസൺസിൻ്റെ ഇടയിൽ ഇൻജക്റ്റ് ചെയ്യാനായിട്ട് സ്റ്റേറ്റിന് സാധിക്കും. നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തും സ്റ്റേറ്റ് വളരെ വ്യക്തമായിട്ട് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നടത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ഈ അടുത്ത കാലത്ത് ഏറ്റവും വ്യക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ട 2 നയങ്ങളാണ്. ഒന്ന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യും ഒപ്പം NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നടത്തിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ വലിയ തിരുത്തലുകൾ. അപ്പം NEP-യെ കുറിച്ചും NCERT-യെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. NEP-യുടെ ഡോക്യുമെൻ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് വായിച്ചു നോക്കിയായിരുന്നു. ഇതിന് മുമ്പേ വായിച്ചിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയായിരുന്നു. ആ NEP ഡോക്യുമെൻറ്റിൻ്റെ 4ാമത്തെ പേജിൽ പറയുന്ന കാര്യം, അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്. ഈ ട്രാൻസ്ലേഷനിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇങ്ങനെയാണ് ട്രാൻസ്ലേഷൻ. ഇങ്ങനെയാണ്: ഈ നയത്തിൻ്റെ, അതായത് NEP-യുടെ വഴികാട്ടി പുരാതനവും ശാശ്വതവുമായ ഇന്ത്യൻ അറിവിൻ്റെയും ചിന്തയുടെയും സമ്പന്നമായ പൈതൃകമാണ്. തക്ഷശില, നളന്ദ, വിക്രമശില, വല്ലഭി തുടങ്ങിയ പുരാതന ഇന്ത്യയിലെ ലോകോത്തര സ്ഥാപനങ്ങൾ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് മൾട്ടി ഡിസിപ്ലിനറി ടീച്ചിങ്ങിൻ്റെയും റിസർച്ചിൻ്റെയും കേന്ദ്രങ്ങളായിരുന്നു. ഇവ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള പണ്ഡിതന്മാർക്കും വിദ്യാർത്ഥികൾക്കും ആതിഥേയത്വം വഹിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം ചരകൻ, സുശ്രുതൻ, ആര്യഭട്ടൻ, വരാഹമിഹിരൻ, ഭാസ്കരാചാര്യൻ, ബ്രഹ്മഗുപ്തൻ, ചാണക്യൻ തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാരെ സൃഷ്ടിച്ചു.
ഇന്ത്യൻ സംസ്കാരത്തിനും തത്വചിന്തയ്ക്കും ലോകത്തിൽ ശക്തമായ സ്വാധീനമുണ്ട്. ലോക പൈതൃകത്തിലെ ഈ സമ്പന്നമായ ഇന്ത്യൻ ലെഗസി പിൻതലമുറയ്ക്കായി പരിപോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഗവേഷണം ചെയ്യുകയും മെച്ചപ്പെടുത്തുകയും പുതിയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയും വേണം എന്നാണ് പച്ചയ്ക്ക് എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഹിസ്റ്ററി ഒരു പരിധിവരേക്ക് അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേർഡ് ബൈ വേർഡ് ഇതിനകത്ത് പറയുന്ന അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം, തക്ഷശില, നളന്ദ എന്ന് പറയുന്ന വലിയ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറഞ്ഞല്ലോ. അതിനകത്ത് പറയുന്നത് വിവിധ പശ്ചാത്തലങ്ങളിൽ, വിവിധ ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കൊടുത്തു എന്നാണ്. ബ്രാഹ്മണന്മാരെ പോലെ തന്നെ ശൂദ്രന്മാർക്ക് ഇവിടെ വിദ്യാഭ്യാസം കൊടുത്തിരുന്നോ എന്നുള്ള ചോദ്യമുണ്ട്. കൊടുത്തിരുന്നോ? ഉത്തരം ഇല്ല എന്നാണ്. പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് ഇതിനകത്ത് വിദ്യാഭ്യാസം കൊടുത്തിരുന്നോ? ഇല്ല എന്നാണ്. എന്ത് മണ്ടത്തരം! ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു കാര്യം. മണ്ടത്തരമാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇത് അറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ചെയ്യുന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ചാണക്യനെ കുറിച്ച് പറയുന്നു, മറ്റു പല കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഈ ചാണക്യനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അർത്ഥശാസ്ത്രം എഴുതിയ ആളാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. മൗര്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. ചാണക്യന് വേറൊരു പേര് കൂടിയുണ്ട്. എന്താണ്? കൗടില്യൻ. ഈ രണ്ടുപേർക്കും വേറൊരു പേര് കൂടിയുണ്ട്, വിഷ്ണുഗുപ്തൻ. ഇത് ബേസിക് ആയിട്ടുള്ള GK ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഹിസ്റ്റോറിയൻസ് വളരെ വ്യക്തമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള കാര്യമാണ്. അർത്ഥശാസ്ത്രം എഴുതപ്പെട്ടത് 10, 20, 30 വർഷങ്ങൾ എടുത്തുകൊണ്ടാണോ? അല്ല. അർത്ഥശാസ്ത്രം എഴുതപ്പെട്ടത് 200, 300 വർഷങ്ങൾ എടുത്തുകൊണ്ടാണ്. അർത്ഥശാസ്ത്രത്തിന്റെ പല കാര്യങ്ങളും എഴുതപ്പെട്ടിട്ടുള്ളത് മൗര്യൻ കാലഘട്ടത്തിന് ശേഷമാണ്. കൗടില്യൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചാണക്യൻ എന്ന് പറയുന്ന ഒരാളായിരുന്നെങ്കിൽ അയാൾ 400 വർഷം ജീവിച്ചിരിക്കേണ്ട ആളാണ് അല്ലേ? അത്രയും കാലം ആരെങ്കിലും ജീവിച്ചിരിക്കുമോ? എന്ന് പറഞ്ഞാൽ ചാണക്യൻ എന്ന പേരിൽ, കൗടില്യൻ എന്ന് പറയുന്ന പേരിൽ, വിഷ്ണുഗുപ്തൻ എന്ന് പറയുന്ന പേരിൽ ഒരുപാട് റൈറ്റേഴ്സ് പല കാലഘട്ടങ്ങൾ എടുത്ത് ഇന്റർപൊലേറ്റ് ചെയ്ത് എഴുതപ്പെട്ട കൃതിയാണ് ഏത്? അർത്ഥശാസ്ത്രം. ഇവിടെ ചാണക്യൻ ഒറ്റ വ്യക്തിയാണ്, പുള്ളിക്കാരൻ അടിപൊളിയാണ് എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് പറയുന്ന വേറൊരു വാക്ക് ഇന്ത്യൻ നോളജ് എന്ന് പറയുന്ന ഒരു നോളജ് ഉണ്ടോ? നിങ്ങൾ ഇന്ത്യൻ നോളജ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ നോളജ് എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ഇന്ത്യയിലെ ഇവരെ തന്നെ സ്വയം ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്ന കുറെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നോളജ്. എന്തുകൊണ്ട് സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ നോളജ് ഇന്ത്യൻ നോളജ് അല്ല? എന്തുകൊണ്ട് മുഗൾ കാലഘട്ടത്തിലെ നോളജ് ഇന്ത്യൻ നോളജ് അല്ല? നിങ്ങൾ മാർക്കറ്റ് കൺട്രോളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല, അലാവുദ്ദീൻ ഖിൽജി. ആ കാലഘട്ടത്തിലെ ലോകാത്ഭുതമാണ്, അതിനെക്കുറിച്ച് പഠിപ്പിക്കില്ല. അത് ഇന്ത്യൻ നോളജിന്റെ ഭാഗമല്ല. സപ്തി സിസ്റ്റം, മാൻസബ്ദാരി സിസ്റ്റം, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. പേർഷ്യൻ വീല് അല്ലേ, ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷനാണ് ഇന്ത്യക്ക് പരിചയപ്പെടുത്തി. ഇതിനെക്കുറിച്ച് ഒന്നും പഠിപ്പിക്കില്ല. കാരണം ഇതെല്ലാം മുഗൾ കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ ഈ ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിലും ഉണ്ടായ ഡെവലപ്മെൻറ്റുകളാണ്. അപ്പോൾ പറയാനായിട്ടുള്ളത്, പ്രാചീന ശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചോളൂ, അത് പ്രശ്നമൊന്നുമല്ല. അതിനെ സംരക്ഷിച്ചോളൂ, അതും പ്രശ്നമല്ല. പക്ഷേ അത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വളരെ വ്യക്തമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ ഗവേഷണം ചെയ്ത് പുതിയ കാര്യങ്ങൾ അതിൽ നിന്ന് കണ്ടെത്തണമെന്ന് പറയുന്നത് അത് ശാസ്ത്രീയ വിരുദ്ധമാണ്, ശാസ്ത്രവിരുദ്ധമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ആധുനിക ശാസ്ത്രത്തെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് പ്രാചീനതയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിലൂടെ ഗവൺമെൻറ് ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. NEP കുറിച്ച് ഒരുപാട് വിമർശനങ്ങളുണ്ട് കേട്ടോ. കാരണം ഈ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയതല്ല NEPയുടെ അത് എന്താണ്, എനിക്ക് തോന്നുന്നു അത് പാർലമെന്റിൽ പോലും ചർച്ച നടത്താതെയാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയോ സ്റ്റേറ്റിനെയോ പല സ്റ്റേറ്റുകളെയോ ഒന്നും ഉൾപ്പെടുത്താതെ പാസ്സാക്കിയ ഒരു ബില്ലാണ് NEPയുടെ ബില്ല്. അതോടൊപ്പം തന്നെ ഇത് അമേരിക്കൻ മോഡലാണെന്നുള്ള ഒരു വിമർശനമുണ്ട്. പൊതുവിദ്യാഭ്യാസത്തെ ഇല്ലാതാക്കിക്കൊണ്ട് വിദ്യാഭ്യാസത്തെ സ്വകാര്യവൽക്കരിക്കാനായിട്ടും കച്ചവടവൽക്കരിക്കാനായിട്ടുള്ളതാണെന്നെല്ലാം ഉള്ള വിമർശനമുണ്ട്. ഈ വിമർശനങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഇത് എത്രത്തോളം ചരിത്ര വിരുദ്ധവും അശാസ്ത്രീയവും അത് ഇൻക്ലൂസീവ് അല്ലാത്തതുമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കത് പറയാനായിട്ട് തോന്നുന്നില്ല. അത് വേറൊരവസരത്തിൽ പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ,
ഒരു സിലബസ് ഉണ്ടാക്കേണ്ടത് പുരാതന പാരമ്പര്യങ്ങളെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി മാത്രം, അത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല എന്നുള്ളത് നമ്മൾ വിദ്യാർത്ഥികളെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഭൂതകാല സംഭവങ്ങളിൽ നിന്ന്, ചരിത്ര പ്രക്രിയയിൽ നിന്നും പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആ കാലഘട്ടങ്ങളിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണോ പരിഹരിക്കാനായിട്ട് നമുക്ക് ഇന്നിരുന്നു കൊണ്ട് സാധിക്കുന്നു, അതുപോലെ തന്നെ ഇന്നത്തെ പ്രശ്നങ്ങൾ പലതും, സാമൂഹിക പ്രശ്നങ്ങൾ പലതും പരിഹരിക്കാനായിട്ട് ചരിത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനായിട്ട് സാധിക്കും എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പരിധിവരെ ചരിത്രത്തെ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് സ്റ്റേറ്റിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ മനസ്സിൽ വർഗീയതയും ജാതീയതയും എല്ലാം കുത്തി നിറച്ചുകൊണ്ട് ഓരോ സ്റ്റേറ്റുകൾക്കും വോട്ട് ബാങ്ക് ഉറപ്പിക്കാനായിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ ടൂളായിട്ട് വിദ്യാഭ്യാസം ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ചരിത്രം പഠിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ചരിത്രം പഠിച്ചാൽ മാത്രം പോരാ, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന പല സിദ്ധാന്തങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രയോഗത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ചരിത്രം പഠിക്കുന്നതിലൂടെ ഭരണകൂടത്തിൻ്റെ വിധ്വംസകമായിട്ടുള്ള പ്രത്യയശാസ്ത്ര ഉപകരണങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ കൂടുതൽ ഇൻക്ലൂസീവായ സാമൂഹിക നീതി നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.